ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുടെ വിമോചനം അകലെ തന്നെയാണ്. 7 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ പ്രസംഗികളും കേരളത്തിലെ സംഘപരിവാറുകാരും അങ്കലാപ്പിലാണ്. കാരണം മുസ്ലിങ്ങളാണ് തങ്ങളുടെ യഥാർത്ഥ ശത്രു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മിഥ്യാധാരണ പരത്തിക്കൊണ്ട് പരസ്പരം കൈകോർത്തവരാണ് കേരളത്തിലെ പ്രസംഗികളും ക്രിസ്ത്യാനികളായിട്ടുള്ള തീവ്രവാദികളും അതുപോലെ തന്നെ സംഘപരിവാറുകാരും. അപ്പോൾ അവരുടെ ഒരു അജണ്ട ഇവിടെ മുന്നോട്ട് പോകണമെങ്കിൽ ഇരു വിഭാഗവും തമ്മിലുള്ള ബന്ധവും അല്ലെങ്കിൽ ബാന്ധവം അത് ശക്തമായിട്ട് തന്നെ നിലനിൽക്കണം. അതിന് വിഘാതമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കന്യാസ്ത്രീകളുടെ മോചനം അങ്ങനെ വിദൂര സ്വപ്നമായി നിലനിൽക്കുന്നിടത്തോളം കാലം ഇവരുടെ അജണ്ട പൊളിഞ്ഞു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ സംഘപരിവാരങ്ങൾ പല നിലക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ തങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന നിലക്കൊക്കെ വലിയ പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവർ, അതുപോലെ അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ളയെ പോലെയുള്ളവർ, അങ്ങനെ പല സംഘപരിവാര നേതാക്കന്മാരും തങ്ങൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടു, മോദിയുമായിട്ട് ബന്ധപ്പെട്ടു, അമിത് ഷായുമായിട്ട് ബന്ധപ്പെട്ടു. കന്യാസ്ത്രീകൾ ഉടൻ മോചിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് ക്രിസ്ത്യാനികളുടെ സോപ്പിട്ടുകൊണ്ട് തങ്ങളുടെ കൂടെ നിർത്താനുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഇവർ വിചാരിച്ചതുപോലെയല്ല കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവരെ ഈ സോപ്പിങ്ങിലൂടെ തങ്ങളുടെ പരിധിയിൽ വരുത്താൻ സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം പല സഭാ നേതാക്കളും പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടായിട്ട് മതി, ഇനി കേക്കും ചായവുമായിട്ട് തങ്ങളുടെ അരമനകളിലേക്കുള്ള സംഘപരിവാർ നേതാക്കന്മാരുടെ വരവ് എന്ന് അസന്നിഗ്ധമായിട്ട് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രവുമല്ല, ഇന്നലെ തിരുവനന്തപുരത്തെ മുതലപ്പൂഴിയിൽ അവിടെ ഹാർബർ നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കേന്ദ്രമന്ത്രി NDAയുടെ ജോർജ് കുര്യൻ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് സദസ്സിലുള്ള ആളുകളിൽ 99% ആളുകൾ ഈ പ്രസംഗം ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തു പോകുന്ന കാഴ്ചകളും കേരളീയർ കണ്ടു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ക്രൈസ്തവർക്ക് ഈ മന്ത്രിയോടും ഈ മന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന NDA എന്ന് പറയുന്ന സംവിധാനത്തോടും ഒപ്പം ഈ സംഘപരിവാർ ശക്തികളോടും ഈ പ്രശ്നത്തിൽ വലിയ വിയോജിപ്പുണ്ട് എന്ന് തന്നെയാണ്. ഈ വിയോജിപ്പ് ഒരു വലിയ പ്രതിഷേധമായി നിസ്സംഗികളും ക്രിസ്ത്യാനികളും സംഘപരിവാരും തമ്മിലുള്ള ബാന്ധവത്തിന് വിഘാതമായി മാറുന്നു എന്ന പേടി കേരളത്തിലെ BJP നേതാക്കന്മാർക്കുമുണ്ട്, ഇതര സംഘപരിവാര നേതാക്കന്മാർക്കുമുണ്ട്.